ഹായ് ഫ്രണ്ട്സ്, വേൾഡ് ഓഫ് എഡ്യൂക്കേഷൻ്റെ IT ട്രെയിനിങ്ങിൻ്റെ 7ാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത് ലിബർ ഓഫീസ് കാൽക്കാണ്. മുൻ ക്ലാസ്സുകളിൽ നമ്മൾ ലിബർ ഓഫീസ് റൈറ്റർ പഠിച്ചു, അതുപോലെ തന്നെ ലിബർ ഓഫീസ് ഇംപ്രസ് പഠിച്ചു. അതിൻ്റെ തുടർച്ചയെന്നോണം നമ്മൾ ലിബർ ഓഫീസ് കാൽക്കാണ് അടുത്ത് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ലിബർ ഓഫീസ് കാൽക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നത് നമുക്കൊന്ന് നോക്കാം. ആപ്ലിക്കേഷൻ്റെ അകത്ത് പോയിട്ട് ഓഫീസ്, ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബർ ഓഫീസ് കാൽക്ക് നോക്കാം. ആപ്ലിക്കേഷൻസ്, ഓഫീസ്, ലിബർ ഓഫീസ് കാൽക്ക്. എന്നിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് മൗസിൻ്റെ ഇടതുവശത്തെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിബർ ഓഫീസ് കാൽക്ക് ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇൻ്റർഫേസ് നമുക്കൊന്ന് പരിചയപ്പെടാം. മുകളിലായിട്ട് മെനു ബാർസ് ഉണ്ട്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ധാരാളം ടൂൾ ബാറുകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ധാരാളം കോളംസും റോയ്സും നമുക്ക് കാണാം. മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് കോളംസ് ആണ്. ഇത് കോളംസ് ആണ്. ഈ കോളത്തിന് ഓരോ നെയിമും കൊടുത്തിട്ടുണ്ട്. ABCD ഇങ്ങനെ ഓളം അനന്തമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എത്ര കോളംസ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് വലതുവശത്തേക്കുള്ള ഏരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കോളംസ് ഉണ്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും. AMJ വരെ കോളംസ് ഇതിൻ്റെ അകത്ത് ഉണ്ട്, ഇവിടെ കാണാം. ഇനി തിരിച്ച് A എന്ന് പറയുന്ന കോളത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് നമ്മൾ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ഇടതുവശത്തെ ഏരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എയിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു. അതുപോലെ തന്നെ ഇവിടെ ധാരാളം റോസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ റോന്റെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത് 1 2 3 4 എന്ന് പറയുന്ന നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഈ റോസ് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ഡൗൺ ഏരോ, താഴോട്ടുള്ള ഏരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അതായത് ഇവിടെ റോസ് 10,48,576 റോസ് ഇവിടെ ഉണ്ട്. അപ്പം അതുപോലെ തന്നെ നേരെ തിരിച്ച് ഒന്നാമത്തെ റോയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് മുകളിലേക്കുള്ള ഏരോ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ഈ ഒരു ഭാഗം. നമ്മളിപ്പോൾ മൗസ് എവിടെ ക്ലിക്ക് ചെയ്താലും ഇങ്ങനെ സെലക്ട് ആയിട്ട് വരും. ഈ ഒരു ഭാഗത്തെ നമുക്ക് സെൽ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? സെൽ. ഈ ഒരു ഭാഗത്തെ സെൽ എന്ന് വിളിക്കാം. ധാരാളം സെല്ലുകൾ ചേർന്നതാണ് നമ്മുടെ ലിബർ ഓഫീസ് കാൽക്ക്. കാൽക്കിൽ ധാരാളം സെൽസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെല്ലിന്, ഓരോ സെല്ലിനും ഓരോ അഡ്രസ്സ് ഉണ്ടാവും. നമ്മൾ ഇത് എവിടെ സെലക്ട് ചെയ്താലും ആ അഡ്രസ്സ് ഇവിടെ മുകളിലായിട്ട് കാണിക്കും. E5 കോളത്തിൻ്റെയും റോസിൻ്റെയും നെയിംസ് ആണ് ഇവിടെ അഡ്രസ്സായിട്ട് വരുന്നത്. അതായത് കോളത്തിൻ്റെത് ആദ്യം, അതായത് E എന്ന് പറയുന്ന കോളം, 5 എന്ന് പറയുന്ന റോ, അതാണ് E5. അങ്ങനെ എവിടെ ക്ലിക്ക് ചെയ്താലും അതിനൊക്കെ ഓരോ അഡ്രസ്സ് ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യമായ ഡീറ്റെയിൽസ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. നമുക്ക് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പേരുകൾ ഇവിടെ ടൈപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യണം, നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ നമ്മുടെ നിത്യജീവിതവുമായിട്ട് എങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്താം? നമുക്ക് നമ്മുടെ ദിവസേനയുള്ള ചെലവുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് അടിച്ചു വയ്ക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. നമ്മൾ നിരന്തരമായി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കമ്പ്യൂട്ടറുമായിട്ടുള്ള എന്താ പറയുക, നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോവാതിരിക്കാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളിപ്പം ഈ ഒരു ക്ലാസ് നടക്കുമ്പോൾ മാത്രം നമ്മൾ കമ്പ്യൂട്ടർ എടുക്കുക, അല്ലാത്ത സമയത്ത് നമ്മൾ നോക്കാതിരിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ വെറുതെ ആവും.
മറന്നു പോകാൻ സാധ്യത. അപ്പോൾ നിരന്തരമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു സ്കൂളിലെ ഒരു മാർക്ക് ലിസ്റ്റാണ് ഞാനിവിടെ ഇപ്പം പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അഡ്മിഷൻ നമ്പർ കൊടുക്കാം. അഡ്മിഷൻ നമ്പർ, പിന്നെ ഇവിടെ പേര്, നെയിം. അപ്പം അഡ്മിഷൻ നമ്പർ, നെയിം. ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. അഡ്മിഷൻ നമ്പർ, നെയിം. അപ്പം ഇവിടെ സീരിയൽ നമ്പർ ഇടാനുള്ള സ്ഥലം എന്നോട് ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ നമ്മൾ മറന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ ഒരു കോളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളത്തിൻ്റെ അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് അവിടെ തന്നെ വെച്ചിട്ട് മൗസ് പോയിന്റർ അവിടെ തന്നെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് വരും. അതിൽ ഇൻസേർട്ട് കോളം ലെഫ്റ്റ് സൈഡിൽ കോളം വേണോ, ഇൻസേർട്ട് കോളം റൈറ്റ് സൈഡിൽ കോളം ആഡ് ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇൻസേർട്ട് കോളം ലെഫ്റ്റ്, ഞാൻ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുതിയൊരു കോളം ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ആ കോളം വേണ്ട എങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് കോളംസ് കൊടുത്തു കഴിഞ്ഞാൽ ആ കോളം ഡിലീറ്റ് ആയി. നോക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇൻസേർട്ട് കോളം ലെഫ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു കോളം പുതിയതായിട്ട് ക്രിയേറ്റ് ആയി. അത് നമുക്ക് വേണ്ട എങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും ഡിലീറ്റ് കോളംസ് കൊടുത്തു കഴിഞ്ഞാൽ സെലക്ട് ചെയ്തിരിക്കുന്ന ആ കോളം ഡിലീറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പം ഇനി അവിടെ സീരിയൽ നമ്പർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. SL നമ്പർ, സീരിയൽ നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പം അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മുകളിൽ ഹെഡിങ് കൊടുക്കാനായിട്ട് എന്ത് ചെയ്യാം, 2 കോളം വേണമെങ്കിൽ എന്ത് ചെയ്യാം, 2 റോസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നാമത്തെ റോയിൽ കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്തിട്ട് ഇടതുവശത്തെ കീ പ്രസ് ചെയ്തിട്ട് സെലക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസേർട്ട് റോ എബോ, ഇൻസേർട്ട് റോ ബിലോ. ഇൻസേർട്ട് റോ എബോ എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഒരു റോ ക്രിയേറ്റ് ആയി. അതുപോലെ തന്നെ ആ റോ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ആദ്യം സെലക്ട് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡിലീറ്റ് റോ കൊടുത്തു കഴിഞ്ഞാൽ ആ റോ ഡിലീറ്റ് ആവും. ഇവിടെ ഇപ്പോൾ ഇൻസേർട്ട് ചെയ്തു, ഇവിടെ 2 കോളം ഒന്നുകൂടി വേണം. അപ്പോൾ ഒന്നുകൂടി അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസേർട്ട് റോ എബോ. അപ്പോൾ ഇവിടെ 2 വരികൾ നമുക്കിവിടെ പുതിയതായിട്ട് ക്രിയേറ്റ് ആയി. അതുപോലെ തന്നെ ഇപ്പോൾ സീരിയൽ നമ്പർ അവിടെ അടിക്കണം. 1 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് വരണമെങ്കിൽ ആ സെല്ല് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ സെല്ലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ സെല്ലിൻ്റെ വലതുവശത്ത് താഴെയായിട്ട് ഒരു ചെറിയൊരു ചതുരം നമുക്ക് കാണാം. അവിടെ മൗസ് പോയിന്റർ വെച്ചാൽ ഇങ്ങനെ ഒരു ചിഹ്നം ഒരു പ്ലസിൻ്റെ, അതിൽ നമ്മൾ ഇടതുവശത്തെ മൗസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ വന്നുകൊള്ളും. നമുക്ക് എത്ര കുട്ടികളാണ് ക്ലാസ്സിലുള്ളത് അത്രയും എണ്ണൽ സംഖ്യകൾ നമ്മൾ ക്ലിക്ക് ചെയ്യാം. നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 5 നമ്മൾ ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു നമ്പർ അടിച്ചാൽ തുടർച്ചയായിട്ട് വന്നോളും. അതുപോലെ തന്നെ അഡ്മിഷൻ നമ്പറും ഇവിടെ ഞാൻ 4568 എന്ന് പറയുന്ന ഒരു അഡ്മിഷൻ നമ്പർ ഞാൻ കൊടുത്തു. അപ്പം ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഇതിൻ്റെ തുടർച്ചയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുവച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലസ് ചിഹ്നം വരും. എന്നിട്ട് ഇടതുവശത്തെ മൗസ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് താഴോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ ഇവിടെ വന്നോളും. അപ്പം അതിനുശേഷം നമുക്കിവിടെ പേര് കൊടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ പേര് നമുക്ക് കൊടുക്കാം, മനു. ഇനി നമ്മൾ അടുത്ത വരിയിലേക്ക് വരണമെങ്കിൽ നമ്മൾ എൻ്റർ കീ പ്രസ് ചെയ്താൽ മതി. ദീപു. വിനീത്. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് വരും. ഞാൻ ഈ ഒരു 3 ആൾക്കാരുടെ പേര് മാത്രമേ ഞാൻ ടൈപ്പ് ചെയ്യുന്നുള്ളൂ.
അതുപോലെ തന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? A1 നോക്കുക, A1 ഒന്നാമത്തെ ആൻസർ. എന്നിട്ട് നമ്മൾ അടുത്ത ഇതിലേക്ക് പോകാനായിട്ട് നമ്മൾ എൻ്റർ കീ അല്ല പ്രസ് ചെയ്യേണ്ടത്, ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോളത്തിലേക്ക് പോകും. ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്സ് ലോക്കിൻ്റെ തൊട്ട് മുകളിലുള്ള ടാബ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത കോളത്തിലേക്ക് പോകും. അപ്പം A2 ടാബ് പ്രസ് ചെയ്തു. A3 ടാബ് പ്രസ് ചെയ്യാം. A4 ഓക്കെ, ടാബ് പ്രസ് ചെയ്താൽ അടുത്തതിലേക്ക് പോകും. ഇതുപോലെ തന്നെ വേറൊരു കാര്യം കൂടി വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. A5 അതുപോലെ തന്നെ നമ്മൾ A1 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ മൗസ് പോയിന്റർ ഇവിടെ കൊണ്ടുവച്ചിട്ട് ഡ്രാഗ് ചെയ്താലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. A1 A2 A3 A4 A5 ഞാൻ ഒന്ന് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ A1 അവിടെ അടിച്ചു. ഇനി നമുക്ക് മൗസ് ഇവിടെ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇവിടെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ A5 വരെ കിട്ടും. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഹെഡിങ് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഹെഡിങ് കൊടുക്കണം, ഗ്രേഡ്സ് എന്ന് കൊടുക്കണം. എങ്ങനെ കൊടുക്കും? അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തിട്ട് ഇടതുവശത്തെ മൗസ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക, വലതുവശത്തേക്ക് ഡ്രാഗ് ചെയ്യുക. വലതുവശത്തേക്ക് ഡ്രാഗ് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മെർജ് സെൽസ് എന്ന് കാണാം. മെർജ് സെൽസ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഒന്നായി, ഈ സെല്ലെല്ലാം കൂടി ഒറ്റ സെല്ലായി മാറി. അപ്പം ഇനി നമുക്ക് അവിടെ പേര് കൊടുക്കാം, ഗ്രേഡ്സ്. ഗ്രേഡ്സ് കൊടുത്തു. ഇനി അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ അടുത്തത് ഇതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യണം. A1 നമ്മൾ ടൈപ്പ് ചെയ്തു. എളുപ്പത്തിനാണ് അവിടെ ക്ലിക്ക് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി. A5. അപ്പം അതുപോലെ തന്നെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഇവിടെ കൊടുക്കേണ്ട പേര് എന്ന് പറഞ്ഞാൽ ഗ്രേഡ് പോയിന്റ്സ്. അപ്പോൾ നമുക്ക് നമ്മൾ റൈറ്റ് ക്ലിക്ക് ആദ്യം സെലക്ട് ചെയ്തു, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മെർജ് സെല്ലിൽ പോയിട്ടാണ് നമ്മൾ ചെയ്തത്. ഇതിനവിടെ ഒരു ഷോർട്ട് കട്ട് നമുക്ക് കാണാം, മെർജ് ആൻഡ് സെൻട്രൽ സെൽസ്. അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ടൈപ്പ് ചെയ്യാനായിട്ട്, മെർജ് ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രേഡ് പോയിന്റ്സ്, ഗ്രേഡ് പോയിന്റ്സ് അതിൽ ക്രിയേറ്റ് ചെയ്തു. ഇനി അതുപോലെ തന്നെ ഇതിവിടെ സൈഡിലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് സെൻറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അലൈൻ, സെൻറ്റർ അലൈൻ ക്ലിക്ക് ചെയ്താൽ മതി. സെൻറ്റർ അലൈൻ ക്ലിക്ക് ചെയ്താൽ ടൂൾ ബാറിൽ സെൻറ്റർ അലൈൻ ക്ലിക്ക് ചെയ്യാൻ സെൻറ്ററിലേക്ക് വന്നു. ഇതിപ്പോൾ മെർജ് ആൻഡ് സെൻറ്റർ അലൈൻ ആണ് ഇവിടെ ഉള്ളത്, മെർജ് ആൻഡ് സെൻറ്റർ സെൽസ്. ഇവിടെ മെർജ് ചെയ്തിട്ട് സെൻറ്ററിലേക്ക് ഡയറക്റ്റ് വരും. അപ്പോൾ ഗ്രേഡ് പോയിന്റ്സ് നമ്മൾ ടൈപ്പ് ചെയ്തു, അത് മെർജ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ ടോട്ടൽ കൊടുക്കണം. ഇവിടെ ടോട്ടൽ ഒരു കോളം ടോട്ടൽ കൊടുത്തു. അടുത്ത കോളം പെർസെൻറ്റേജ്. കൊടുത്തു. ഇനി താഴെ നിന്ന് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഇത് കിട്ടും.
ഇതിപ്പോൾ അടുത്ത സെല്ലിലേക്ക് കയറിപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്തിട്ട് അതിൻ്റെ വലുപ്പം ക്ലിയർ ആക്കാം. താഴെ നിന്ന് കൊണ്ട് നീക്കാം, ഇങ്ങനെ നീക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം പെർസെൻറ്റേജ് അതിൻ്റെ തൊട്ടടിയിൽ ഓവറോൾ ഗ്രേഡ്, ഓവറോൾ ഗ്രേഡ് അത് കുറച്ച് വലുതായിപ്പോൾ. അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇവിടെ ഗ്രേഡൊക്കെ എഴുതാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ കള്ളി മതി. അപ്പം മുകളിൽ നിന്ന് കോളംസ് എന്ത് ചെയ്യാം, ചെറുതാക്കാം, ഡ്രാഗ് ചെയ്തിട്ട് ചെറുതാക്കാം. പിന്നെ ഇത് സെൻറ്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഏതാണോ സെൻറ്ററിലേക്ക് കൊണ്ടുവരേണ്ടത് അവിടെ ഞെക്കിയിട്ട് സെൻറ്റർ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിലേക്ക് വരും ഈ നമ്പേഴ്സ്. ലെഫ്റ്റ് അലൈൻ ആണെങ്കിൽ ലെഫ്റ്റ് അലൈൻ ക്ലിക്ക് ചെയ്താൽ അനുസരിച്ച് മാറ്റാനായിട്ട് പറ്റും. ഇവിടെ അതുപോലെ തന്നെ സെൻറ്ററിലേക്ക് കൊണ്ടുവരണം. സെലക്ട് ചെയ്യാം, സെൻറ്റർ അലൈൻ കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്ററിലേക്ക് ആയി. ഇനി നമുക്ക് ഇതൊന്ന് എന്ത് ചെയ്യാം, ഗ്രേഡ്സിൻ്റെ കോളം ഒന്ന് ചെറുതാക്കാം. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് സാധിക്കും. ചെറിയ കള്ളി മതി, ചെറിയ കോളം മതി. ടോട്ടൽ, പെർസെൻറ്റേജ്, ഓവറോൾ ഗ്രേഡ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെയുള്ള കോളം അതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഒന്നാക്കാം, മെർജ് ചെയ്യാം. ഇത് രണ്ട് കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ക്ലിക്ക് ചെയ്താൽ മെർജ് ആയത്. അപ്പോൾ തന്നെ ഇതും സെലക്ട് ചെയ്യുക, ലെഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തായിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് രണ്ടും കൂടി ഒന്നായിട്ട് മാറി. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഡ്രാഗ് ചെയ്യണം. ഇവിടെ ഇങ്ങനെ വലിച്ച് ഡ്രാഗ് ചെയ്തിട്ട് അടിച്ചു കഴിഞ്ഞാൽ അതും സെൻറ്ററിലേക്ക് വന്നു. ഇനി നമുക്ക് ഇതിൽ കള്ളി വരയ്ക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എവിടെ നിന്ന് തൊട്ടാണ് നമുക്ക് കള്ളി വേണ്ടത്. അപ്പോൾ അതിൽ ഡ്രാഗ് ചെയ്യുക, ലെഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടൂൾ ബാറിൽ ബോർഡേഴ്സ് കാണാം. ഇതിൽ മൊത്തം ബോർഡേഴ്സ് ആണെങ്കിൽ ലാസ്റ്റ് വണ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ മൊത്തം ബോർഡേഴ്സ് വന്നു. മൊത്തം ബോർഡേഴ്സ് വന്നു. മൊത്തം ബോർഡേഴ്സ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഹെഡിങ് കൊടുക്കണം. ഹെഡിങ് കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തം സെലക്ട് ചെയ്യാം. ഇപ്പം വരെയുള്ള സെൽസ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെർജൻ സെൻട്രൽ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ടൈറ്റിലാണോ നമുക്ക് കൊടുക്കേണ്ടത് ആ ടൈറ്റിൽ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്യാം. ഗ്രേഡ് ആൻഡ് ഗ്രേഡ് പോയിന്റ്സ്, ഗ്രേഡ് ആൻഡ് subject for the subject നമ്മളുടെ മലയാളം ഏത് സബ്ജക്റ്റ് ആണോ വരേണ്ടത് മലയാളം എന്നിട്ട് നമുക്ക് അതൊരു ബോൾഡൊക്കെ ആയി കൊടുക്കണമെങ്കിൽ അത് സൈസൊക്കെ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് സൈസ് കൂട്ടി കൊടുക്കാനായിട്ട് പറ്റും. എത്രയാണോ നമുക്ക് സൈസ് വേണ്ടത് അത് കൂട്ടി കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം, ഇറ്റാലിക്സ് ആക്കണം ഇറ്റാലിക്സ് ആക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കോളംസ് നമ്മൾ വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്ത പോലെ ഈ റോസ് നമുക്ക് എന്ത് ചെയ്യാം, വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതിന് നമുക്ക് എന്താണ് സൈസിന് വേണം കൂട്ടി കൊടുക്കാം, അതിൻ്റെ സ്റ്റൈല് വേണമെങ്കിൽ മാറ്റാം.
ഒക്കെ ചെയ്യാം, കളർ ചേഞ്ച് ചെയ്യാൻ വേണമെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ ഹെഡിങ് എന്ത് ചെയ്യാം, നമുക്ക് ബോൾഡ് ആക്കാം, ഒക്കെ ചെയ്യാം. നമ്മൾ നേരത്തെ ലിബർ ഓഫീസ് റൈറ്ററിൽ ചെയ്ത പോലെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്തും ചെയ്യാനായിട്ട് സാധിക്കും. ഈ ടൂൾ ബോക്സ് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതുപോലെ തന്നെ ഫോർമാറ്റിൽ പോയിട്ടും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഏതാണോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഫോർമാറ്റ് പോയിട്ട് ആവശ്യാനുസരണം കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ടെക്സ്റ്റ്, ബോൾഡ്, ഇറ്റാലിക്സ് ഇതൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ക്യാരക്ടറിൽ പോയിട്ടും ചെയ്യാം. ഇത് സെലക്ട് ചെയ്യാം, ഫോർമാറ്റ് പോവാം, ക്യാരക്ടർ ചെയ്ത കാര്യമാണ്. ക്യാരക്ടറിൽ പോയിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഇത്ര മാത്രമാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമുക്ക് സൂക്ഷിച്ച് വെക്കണം. ഇത് നമ്മൾ നേരിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റാസ് നമുക്ക് നഷ്ടപ്പെടും. ഇത് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് സേവ് ചെയ്തു വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എല്ലാം സേവ് ചെയ്യുന്ന പോലെ തന്നെ ഫയലിൽ പോയിട്ട് സേവ് നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത്, ഡെസ്ക്ടോപ്പിൽ IT ട്രെയിനിങ് എന്ന് പറയുന്ന ഫോൾഡറിൽ പേര് കൊടുക്കുക. മാർക്ക് ലിസ്റ്റ് എന്ന് തന്നെ പേര് കൊടുക്കുക. മാർക്ക് ലിസ്റ്റ് നമുക്ക് പേര് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സേവ് ചെയ്യാം. അപ്പം ഈ ഒരു നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു കാര്യം, അതായത് ഈ ഒരു മാർക്ക് ലിസ്റ്റ് അതിൽ സേവ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ക്ലോസ് ചെയ്തിട്ട് അതിലൊന്ന് പോയി നോക്കാം. അവിടെ ചെയ്തത് IT ട്രെയിനിങ് പറയുന്ന ഫോൾഡറിൽ മാർക്ക് ലിസ്റ്റ് ODS ലിബർ ഓഫീസ് കാൽക്കുലേറ്റ് ചെയ്ത ഫയലിൻ്റെ എക്സ്റ്റൻഷൻ കോഡ് ODS എന്നായിരിക്കും. നമ്മൾ ചെയ്ത് വെച്ച ഡാറ്റാസ് നഷ്ടപ്പെട്ടു പോയിട്ടില്ല, ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചെയ്ത് നോക്കി ലാപ്ടോപ്പിൽ സേവ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ തുടർച്ചയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.